ലോക ഫുട്ബോളിന് ഇപ്പോൾ ഒരു മുന്നറിയിപ്പ് എത്തിയിട്ടുണ്ട്. അതെ, നീലയും വെളുപ്പും വീണ്ടും ലോകകപ്പ് വേദിയിലേക്ക് അവർ വരുന്നു. അർജന്റീന അവരുടെ വീണ്ടും വരവ് ഔദ്യോഗികമായി അറിയിച്ചിരിക്കുകയാണ്. അതും ഒരു സാധാരണ ടീമായല്ല, ലോകത്തെ വീണ്ടും കീഴടക്കാൻ വരുന്ന ചാമ്പ്യന്മാരായി. ഇവർ ഇപ്പോൾ സ്വപ്നം കാണുന്ന ടീമല്ല, സ്വപ്നങ്ങൾ തകർക്കുന്ന ടീമാണ്. മെസ്സി ഇപ്പോഴും അവിടെയുണ്ട്. പക്ഷെ ഈ പ്രാവശ്യം അർജന്റീനയുടെ ശക്തി മെസ്സി മാത്രമല്ല, ഒരുമിച്ച് മരിക്കാനും ജയിക്കാനും തയ്യാറായ ഒരു യുദ്ധസേനയാണ്. ഫ്രാൻസ്, ബ്രസീൽ, ഇംഗ്ലണ്ട്, സ്പെയിന് ആരായാലും മാറി നിന്നോളും. കാരണം ലോകകപ്പിന്റെ രാജാക്കന്മാർ വീണ്ടും അവരുടെ വരവ് അറിയിച്ചിരിക്കുകയാണ്. 2022 ലോകം കണ്ടത് ഒരു സാധാരണ ലോകകപ്പ് വിജയം മാത്രമല്ലായിരുന്നു. വർഷങ്ങൾക്ക് ശേഷമുള്ള വേദനക്കും ട്രോളുകൾക്കും പരാജയങ്ങൾക്കും ശേഷം ഒരു രാജ്യം സ്വന്തം ആത്മാവിനെ തിരിച്ചു കണ്ടെത്തുന്ന കാഴ്ചയായിരുന്നു അത്. ഇപ്പോൾ വീണ്ടും അർജന്റീന നാഷണൽ ഫുട്ബോൾ ടീം ലോകകപ്പിലേക്കുള്ള വരവ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. പക്ഷേ ഈ പ്രാവശ്യം അവരുടെ കണ്ണുകളിൽ സ്വപ്നം മാത്രമല്ല, ഒരു രാജാവിന്റെ ആത്മവിശ്വാസമാണ് കാണുന്നത്. കോച്ച് ലയണൽ സ്കലോണി പ്രഖ്യാപിച്ച ഈ സ്ക്വാഡ് നോക്കുമ്പോൾ വ്യക്തമാണ്, അദ്ദേഹം ഒരു ടീം മാത്രമല്ല തെരഞ്ഞെടുത്തിരിക്കുന്നത്. വീണ്ടും ലോകത്തെ വിറപ്പിക്കാൻ കഴിയുന്ന ഒരു യുദ്ധസേനയാണ് ഒരുക്കിയിരിക്കുന്നത്. ലയണൽ മെസ്സി ഇപ്പോഴും ഈ ടീമിന്റെ ഒരു ഹൃദയം. പക്ഷേ ഈ അർജന്റീന ഇനി മെസ്സിയെ മാത്രം ആശ്രയിക്കുന്ന ടീം അല്ല എന്നതാണ് ബാക്കിയുള്ള ടീമുകളെ ഡേഞ്ചറസ് ആകുന്നു. മെസ്സിയുടെ ഒരു പാസ്, ഒരു ചെറിയ ടച്ച്, ഒരു നിമിഷം മതി മത്സരം തിരിച്ചെഴുതാൻ. എന്നാൽ ഇപ്പോൾ അദ്ദേഹത്തിനൊപ്പം ഓടുന്നത് വെറും താരങ്ങളല്ല, ജയിക്കാൻ മാത്രം ചിന്തിക്കുന്ന യോദ്ധാക്കളാണ്. ജൂലിയൻ അൽവാറസ് എന്ന പേരിൽ അർജന്റീനയ്ക്ക് കിട്ടിയിരിക്കുന്നത് ഒരിക്കലും നിർത്താതെ പോരാടുന്ന ഒരു സ്ട്രൈക്കറാണ്. അദ്ദേഹത്തിന്റെ പ്രഷറും വേഗവും വലിയ മത്സരങ്ങളിൽ പോലും പേടിയില്ലാത്ത മനസ്സും ഏത് പ്രതിരോധത്തെയും തകർക്കാൻ കഴിയും. ലൗറ്റാറോ മാർട്ടിനസ് ഇപ്പോൾ പഴയ ട്രോളുകളുടെ താരമല്ല, ഒരു കില്ലർ മെന്റാലിറ്റി ഉള്ള ഫിനിഷറാണ്. ബോക്സിനുള്ളിൽ പകുതി അവസരം കിട്ടിയാൽ പോലും ഗോൾ കണ്ടെത്താൻ കഴിയുന്ന ഒരാൾ. എൻസോ ഫെർണാണ്ടസ്, അലക്സിസ് മാക്കാലിസ്റ്റർ, റോഡ്രിഗോ ഡീപോൾ എന്നിവരുടെ മിഡ്ഫീൽഡ് ഈ ടീമിന്റെ യഥാർത്ഥ എഞ്ചിൻ റൂമാണ്. ഡീപോൾ യുദ്ധസേനയെ പോലെ പോരാടും, എൻസോ കളിയുടെ റിതം നിയന്ത്രിക്കും, മാക്കാലിസ്റ്റർ ശാന്തമായി മത്സരത്തെ അർജന്റീനയുടെ ഭാഗത്തേക്ക് തിരിക്കും. ക്രിസ്റ്റ്യൻ റൊമേറോയും ലിസാൻഡ്രോ മാർട്ടിനസും അടങ്ങിയ പ്രതിരോധം ഓപ്പോസിഷൻ താരങ്ങൾക്ക് ഒരു വാണിംഗ് പോലെയാണ്. കാരണം ഇവരുടെ മുന്നിൽ കംഫർട്ടബിൾ ആയി കളിക്കാൻ ഒരു ഫോർവേഡിനും സാധിക്കും. പിന്നിൽ എമിലിയാനോ മാർട്ടിനസ് ഉണ്ടെങ്കിൽ അർജന്റീനയ്ക്ക് പെനാൽറ്റി ഷൂട്ട് ഔട്ട് പോലും ഒരു കാരണം അദ്ദേഹം വെറും സേവ് ചെയ്യുന്ന കീപ്പറല്ല, എതിരാളികളുടെ മനസ്സ് തകർക്കുന്ന മനുഷ്യനാണ്. എന്നാൽ ഈ ടീമിന്റെ ഏറ്റവും വലിയ ശക്തി ടാലന്റ് അല്ല, കെമിസ്ട്രിയാണ്. ഇവർ ക്ലബ്ബ് താരങ്ങളെ പോലെയല്ല, ഒരു കുടുംബത്തെ പോലെ കളിക്കുന്നു. ഫ്രാൻസിന് സൂപ്പർ സ്റ്റാർസ് ഉണ്ട്, ബ്രസീലിന് മാജിക് ഉണ്ട്, ഇംഗ്ലണ്ടിന് ഡെപ്ത് ഉണ്ട്, സ്പെയിനിന് കൺട്രോൾ ഉണ്ട്. പക്ഷേ അർജന്റീനക്കുള്ളത് ലോകകപ്പ് ജയിച്ചവരുടെ മെന്റാലിറ്റിയാണ്. അതാണ് അവരെ ഏറ്റവും അപകടകാരികളാക്കി മാറ്റുന്നത്. ഇപ്പോൾ എല്ലാ ടീമുകളും അർജന്റീനയെ വേട്ടയാടും, കാരണം അവർ ഇനി അണ്ടർഡോഗ്സ് അല്ല, ഡിഫെൻഡിങ് ചാമ്പ്യൻസ് ആണ്. പക്ഷേ അതേ സമ്മർദ്ദം തന്നെ ഇവരെ കൂടുതൽ ശക്തരാക്കാൻ സാധ്യതയുണ്ട്. മെസ്സിയുടെ അവസാന ലോകകപ്പ് ആയേക്കാം എന്ന വികാരം ഈ ടീമിന് മറ്റൊരു ഫയർ നൽകുന്നു. കാരണം ഈ താരങ്ങൾ അറിയുന്നു, ഇത് ചരിത്രം വീണ്ടും എഴുതാനുള്ള അവസരമാണെന്ന്. ഏറ്റവും ഭയപ്പെടുത്തുന്ന കാര്യം എന്തെന്നാൽ അർജന്റീനയ്ക്കിപ്പോൾ ലയണൽ മെസ്സി ഇല്ലാതെയും ജയിക്കാൻ പഠിച്ച ടീമായി മാറിക്കൊണ്ടിരിക്കുന്നു. നിക്കോ പാസ്, തിയാഗോ അൽമാഡ പോലുള്ള യുവതാരങ്ങൾ ഭയമില്ലാതെ ലോകവേദിയിലേക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് സ്കലോണി ഇപ്പോൾ ലോക ഫുട്ബോളിലെ ഏറ്റവും അപകടകാരിയായ കോച്ചുമാരിൽ ഒരാളായി മാറിയിരിക്കുന്നത്. അദ്ദേഹം വലിയ പേരുകൾ മാത്രം തിരഞ്ഞെടുക്കുന്നില്ല, ടീമിനായി മരിക്കാൻ പോലും തയ്യാറുള്ള മെന്റാലിറ്റി ഉള്ള താരങ്ങളെയാണ് തിരഞ്ഞെടുക്കുന്നത്. 2022 ആരാധകർ സ്വപ്നം കണ്ടു, പക്ഷേ ഇപ്പോൾ അവർ വിശ്വസിക്കുന്നു. അതാണ് ഏറ്റവും വലിയ മാറ്റം. ലോകം വീണ്ടും മെസ്സിയെ കാണാൻ കാത്തിരിക്കുമ്പോൾ അർജന്റീന ലോകത്തിന് കാണിക്കാൻ പോകുന്നത് അതിലും വലിയ ഒന്നാണ്. ഒരു തലമുറയുടെ അവസാന നൃത്തവും അടുത്ത തലമുറയുടെ തുടക്കവുമാണ് ഇത്. അതുകൊണ്ട് ഈ ലോകകപ്പ് അർജന്റീനയെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്ന ഏത് ടീമും സ്വന്തം അപകടം തന്നെയാണ് ക്ഷണിക്കുന്നത്. ഇതേ അവസ്ഥയിലൂടെയാണ് പോർച്ചുഗലും പോകുന്നത്. കാത്തിരിക്കാം ആര് വിജയിക്കുമെന്നത്. നിങ്ങളുടെ ഇഷ്ട ടീം ഏതാണ്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക.